ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നം വരെയായി കുറച്ച് കാലമായി മലയാള സിനിമയ്ക്ക് അത്ര നല്ല കാലമല്ല. മലയാള സിനിമ നഷ്ടത്തിലാണെന്നും താരങ്ങൾ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ശമ്പളം വാങ്ങിക്കുന്നു എന്നെല്ലാമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞത്. ജൂൺ 1 മുതൽ സിനിമാ സമരവും സംയുക്ത സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ പരസ്യമായി രംഗത്തെത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ആഴ്ച നാം കണ്ടു. താൻ നിർമ്മിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം സുരേഷ് കുമാർ സംസാരിച്ചതിന്റെ ഔചിത്യബോധം എന്തെന്നും മനസ്സിലാവുന്നില്ലെന്നും ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ നിർമ്മാതാക്കൾ തമ്മിലുള്ള പോര് രൂക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത്. സുരേഷ് കുമാറിനെ ശക്തമായി പിന്തുണച്ചും ആന്റണിയെ വിമർശിച്ചും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. അതേസമയം ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് തുടങ്ങി സിനിമയിലെ താരങ്ങളും രംഗത്തെത്തി. വിവാദങ്ങൾ ഉടലെടുത്ത് 2 ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ 3 മലയാള സിനിമകളാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു മലയാളി ഈ റിലീസിനെ കാത്തിരുന്നതും. എന്നാൽ ഈ സിനിമകൾ വേണ്ട വിധത്തിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയോ? ഇൻഡസ്ട്രിയിലെ പോര് സിനിമകളുടെ കളക്ഷനെ ബാധിച്ചോ? ഈ മാസം ഇനിയും റിലീസുകൾ ബാക്കി നിൽക്കെ നിലവിലെ സിനിമകളുടെ കളക്ഷൻ എത്രയെല്ലാമാണ് പരിശോധിക്കാം. ഫെബ്രുവരി 14-ന് 3 മലയാള സിനിമകളാണ് റിലീസിനെത്തിയത്. സജിൻ ഗോപു നായകവേഷത്തിലെത്തിയ പൈങ്കിളി, ആന്റണി വർഗീസ് പെപ്പയുടെ ദാവീദ്, മാത്യു തോമസ്, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് തുടങ്ങി വൻ താരനിരയിലെത്തിയ ബ്രോമാൻസ് എന്നിവയായിരുന്നു ആ സിനിമകൾ. യുവനിരയുടെ കരുത്തിലിറങ്ങിയ ബ്രോമാൻസ് ആണ് കളക്ഷന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതുവരെ വേൾഡ് വൈഡായി 11.78 കോടി രൂപ ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 4 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയത്. ആദ്യ ദിനം 92 ലക്ഷമാണ് ബ്രോമാൻസ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെത്തിയ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി സജിൻ നായകവേഷത്തിലെത്തിയ ആദ്യ ചിത്രമാണ്. 2.1 കോടി രൂപയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ നേടാനായത് എന്നാണ് റിപ്പോർട്ട്. വേൾഡ് വൈഡായി 3 കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയത്. 75 ലക്ഷമാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ. ബോക്സിംഗ് പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ പെപ്പെ ചിത്രം ദാവീദ് 3.12 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം ഇതുവരെ 5 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറങ്ങിയ 3 സിനിമകളിൽ വെച്ച് ആദ്യ ദിന കളക്ഷനിൽ ഒന്നാമനും ദാവീദാണ്. ആദ്യ ദിനം 1 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. ചെറിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയതാണ് 3 സിനിമകളും. അതിനാൽ നിലവിലെ കളക്ഷനുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. നല്ല സിനിമകൾ പുറത്തു വന്നാൽ ഇൻഡസ്ട്രിയിലെ വിവാദങ്ങളൊന്നും അതിനെ ബാധിക്കില്ലെന്ന് കൂടിയാണ് ഇത് തെളിയിക്കുന്നത്. ഈ സിനിമകളെ കൂടാതെ മുന്നേ റിലീസ് ചെയ്ത ബേസിലിന്റെ പൊന്മാൻ, മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം തുടങ്ങിയ മലയാള ചിത്രങ്ങളും ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. 15.63 കോടിയാണ് പൊന്മാന്റെ ആഗോള കളക്ഷൻ. 19.6 കോടി രൂപയാണ് മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇതുവരെ നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ. മറ്റ് ഇൻഡസ്ട്രികൾ എടുത്തു നോക്കിയാൽ ബോളിവുഡിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്നത് വിക്കി കൗശലിന്റെ ചാവയാണ്. 142.42 കോടിയാണ് ചിത്രം ഇതിനോടകം നേടിയത്. ഫെബ്രുവരി 14-ന് റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഹോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന് കാര്യമായ ഇമ്പാക്റ്റ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് പറയാം. 13.63 കോടി രൂപയാണ് ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടാനായത്. എന്നാൽ 1570 കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയത്. ഫെബ്രുവരി 6-ന് പുറത്തിറങ്ങിയ അജിത് ചിത്രം വിടാമുയർച്ചി 132.12 കോടി വേൾഡ് വൈഡായി ഇതുവരെ നേടി. 77.81 കോടിയാണ് അജിത് ചിത്രം ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. താരത്തിന്റെ പുതിയ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയുടെ 7 അയലത്ത് പോലും ഇക്കൊല്ലത്തെ ഫെബ്രുവരി റിലീസുകൾ എത്തുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി മലയാളം കണ്ട വമ്പൻ ഹിറ്റുകളെല്ലാം പുറത്തിറങ്ങിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ 200 കോടിയാണ് മഞ്ഞുമൽ നേടിയതും. ഇവനിരയെ കോർത്തിണക്കി പുറത്തിറക്കിയ പ്രേമലു മുടക്കുമുതലിന്റെ 46 ഇരട്ടി കൊയ്തു. മലയാളത്തിന് ഈ മാസം ഇനിയും റിലീസുകളുണ്ട്. ഉണ്ണിമുകുന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി ഫെബ്രുവരി 21-നാണ് റിലീസ്. ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ മാസം 20-ന് റിലീസ് ചെയ്യും. ഇന്ദ്രജിത് സുകുമാരന്റെ ധീരം, സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന മച്ചാന്റെ മാലാക, ധ്യാൻ ശ്രീനിവാസന്റെ ആപ് കൈസെ ഹോ തുടങ്ങിയ ചിത്രങ്ങളാണ് ഫെബ്രുവരിയിലെ മറ്റ് റിലീസുകൾ. നേരത്തെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ജനുവരിയിൽ രേഖാചിത്രം മാത്രമായിരുന്നു ഹിറ്റായി രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി അതിനെ മറികടക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം.